ലെച്ചൂസ് കുക്കിംഗ് ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചക്ക കൊണ്ടൊരു കട്ട്ലറ്റ് ഉണ്ടാക്കാം. കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് അധികം മൂക്കാത്തൊരു ചക്കയുടെ ഒരു കഷ്ണം മുള്ളൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ചക്കക്കുരു മാറ്റിയിട്ട് ബാക്കി എല്ലാതും ചക്കയുടെ കൂഞ്ഞൽ എന്നാണ് പറയുന്നത്, മുകളിൽ ഭാഗത്തുള്ളത്, പിന്നെ അതിൻ്റെ മടൽ ഭാഗമുള്ളതും ചക്കച്ചുളയും എല്ലാം കൂടി ചെറുതാക്കി അരിഞ്ഞെടുക്കണം. സാധാരണ ഇടിയൻ ചക്കയ്ക്ക് മാത്രമേ നമ്മളതൊന്നും കളയാതെ എടുക്കാറുള്ളൂ. നമ്മുടെ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോഴും ഇത് കളയാൻ പാടില്ല. കൂഞ്ഞലും മടലൊക്കെ ചേർക്കുമ്പോഴാണ് ഈ കട്ട്ലറ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ. അരിഞ്ഞെടുത്തപ്പോൾ ഇത് ഏകദേശം ഒരു 3 കപ്പുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 കപ്പ് വെള്ളവും ചേർത്തിട്ട് ചെറു തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. എളുപ്പത്തിന് കുക്കറിലും വേവിച്ചെടുക്കാം. കുക്കറിൽ വേവിക്കുമ്പോഴും ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഒരു വിസിൽ വരുന്നവരെ വേവിക്കാൻ. ഓരോ ചക്കയ്ക്കനുസരിച്ചും വേവിന് വ്യത്യാസം വരും കേട്ടോ. ചില ചക്ക പെട്ടെന്ന് വെന്ത് കിട്ടും, ചിലത് കുറേ നേരം വേണം വേവിക്കാനായിട്ട്. ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുക്കറിൽ ചക്കക്കുരു വേവിച്ചെടുക്കാം. കുക്കറിൽ കുറച്ച് ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 35 എണ്ണം ഉണ്ടാവും. ഇനി ഇതിലേക്ക് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ ചെറു തീയിൽ വേവിച്ചെടുക്കാം. നമ്മുടെ ചക്ക ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ചൂടായ പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. അടുത്തതായിട്ട് ചെറുതാക്കി അരിഞ്ഞ 1.5 കപ്പ് സവാള ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. സവാള വഴറ്റുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ വേഗം വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു നാടൻ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എരിവ് കുറവുള്ള മുളകാണെങ്കിൽ 2-3 എണ്ണം ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ചേർക്കാം. നമ്മുടെ സവാളയൊക്കെ ഇപ്പം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ചക്ക വേവിച്ചപ്പോൾ മഞ്ഞൾ ചേർത്തിട്ടാണ് വേവിച്ചത്, അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്താൽ മതി. പൊടികളുടെ പച്ചമണമൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. മല്ലിയില ഓപ്ഷണലാണ് കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചൂടാറിയതിന് ശേഷം പുഴുങ്ങി തൊലി കളഞ്ഞ് പൊടിച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കുഴച്ചെടുക്കാം. ചക്കക്കുരുവിന് പകരം സാധാരണ നമ്മൾ കട്ട്ലറ്റിൽ ചേർക്കണ പോലെ തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് ചേർത്താൽ മതി. ചക്കക്കുരു ചേർത്ത് കുഴയ്ക്കുമ്പോൾ ഡ്രൈ ആവണമെന്ന് തോന്നുകയാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ചേർത്ത് കുഴച്ചാൽ മതി. അടുത്തതായിട്ട് ഒരു പാത്രത്തിൽ 1/3 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്ത് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ഓവൽ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇനി ഓരോന്നായിട്ട് മൈദയുടെ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് റസ്ക് പൊടിയിലും നന്നായി ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 10 പീസ് റസ്ക് പൊടിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. എല്ലാ കട്ട്ലറ്റും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ കട്ട്ലറ്റുകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ കട്ട്ലറ്റ് ഇപ്പോൾ 2 വശവും വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. വെജിറ്റേറിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കട്ട്ലറ്റാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ചക്ക കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.